ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് മഴവിലിൻ്റെ ഒരു പാത വിരിച്ചിട്ട് നിങ്ങളുടെ മനസ്സുകളെ കയറുകളാക്കി കുഞ്ഞു കൈകൾ കൊണ്ട് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് നമ്മുടെ കുട്ടിപ്പട്ടർമാലിലെ കുട്ടികൾ, അതും സംഗീതത്തിൻ്റെ അകമ്പടിയോടുകൂടി ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം അല്ലേ? സോ ഞങ്ങളിതാ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ടു നോറ കുട്ടി കുട്ടി കുട്ടിപ്പട്ടർമാൽ, സെലിബ്രേറ്റഡ് ബൈ ചിക്കിംഗ്, പ്രസന്റഡ് ബൈ അപ്പോളോ ഗോൾഡ് ആൻഡ് പവർഡ് ബൈ തംപാസ് ഇലക്ട്രോണിക്സ്. ഏതായാലും ഇന്നത്തെ എപ്പിസോഡിലെ കോമ്പറ്റീഷൻസ് തുടങ്ങുന്നതിനേക്കാൾ മുമ്പ്, ജഡ്ജസിനെ വെൽക്കം ചെയ്യുന്നതിനേക്കാൾ മുന്നേ പ്രൈസിനെ പറ്റി ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കാം കേട്ടോ. നമ്മുടെ കുട്ടിപ്പട്ടർമാലിലെ ഫസ്റ്റ് പ്രൈസ് ലഭിക്കാൻ പോകുന്ന വിന്നറിന് ആൽഫോൺ ബിൽഡേഴ്സ് നൽകുന്ന 12 ലക്ഷം രൂപയുടെ സമ്മാനമാണ്. അതുപോലെ തന്നെ സെക്കൻഡ് പ്രൈസ് സുൽത്താൻ ഗോൾഡ് നൽകുന്ന 5 ലക്ഷം രൂപയുടെ സമ്മാനം. ആൻഡ് തേർഡ് പ്രൈസ് സൂപ്പർനോ നൽകുന്ന ഒരു നാനോ കാറാണ്. ഏതായാലും ഈ ഒരു സംഗീത സ്വർഗത്തിന്റെ കാവൽക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. അവരെ നമുക്ക് സ്വാഗതം ചെയ്യാം. ആദ്യമായി ശ്രീമതി റഹനത്ത, ഫിറോസിക്ക, സച്ല. ഇനി ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യണം നമ്മുടെ ഈ ഒരു സംഗീത സ്വർഗത്തിലെ മാടപ്രാവുകളെയാണ്. സ്വാഗതം ചെയ്യാം ദ എൻറ്റയർ ഓർക്കസ്ട്ര ടീം. കുട്ടി കുട്ടി പട്ടുറുമാൽ, കുട്ടി പട്ടുറുമാൽ. അപ്പൊ ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആരായിരിക്കും നമുക്കായിട്ട് സമ്മാനിക്കാൻ പോകുന്നതെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും അല്ലേ? കഴിഞ്ഞ എപ്പിസോഡ്സിലൊക്കെ നമ്മൾ കണ്ടു, കൈരളി ടിവിയിൽ തന്നെ ഗന്ധർവ സംഗീതത്തിലെ ചോട്ടാസ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഗസ്റ്റായിട്ട്. അതുപോലെ തന്നെ മറ്റൊരു ഫൈനലിസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഗസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഗന്ധർവ സംഗീതത്തിലെ ഏറ്റവും സ്വീറ്റ്, നോട്ടി, ഒരു കുറുമ്പിക്കുട്ടിയെന്ന് നമുക്ക് പറയാം. ഇത്ര പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമുക്ക് ഏതായാലും സ്വാഗതം ചെയ്യാം ദാറ്റ് നോട്ടി ബ്യൂട്ടിഫുൾ ഗേൾ, നമ്മുടെ ഋതിക കുട്ടി. ഋതിക, ഹലോ. such a bubbly girl, welcome to കുട്ടിപ്പട്ടർമാൽ. താങ്ക് യു. ഋതിക മാത്രമല്ലല്ലോ, വേറെ 1-2 ആൾക്കാരും കൂടെ കൂടെ വന്നിട്ടുണ്ടല്ലോ. ഇവിടെ ഒരാള്, ബാക്കിലൊരാള്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നമ്മുടെ ഗന്ധർവ സംഗീതത്തിലെ ഏറ്റവും കുറുമ്പി കുട്ടിയാണ് നമ്മുടെ ഋതിക കുട്ടി. എന്തൊക്കെ കുറുമ്പുകളെ കാണിക്കാറ് സെറ്റില്? ഷോ പാവം, ഒരു കുറുമ്പ് കാണിക്കാറില്ലേ? പാവം കുട്ടിയാ, പക്ഷെ ഭയങ്കര ഇന്നസെന്റ് ആയിട്ടാ നിൽക്കുന്നത്. ആൻഡ് വാവന്ന് ഏത് പാട്ടാ പാടാൻ പോണേ? നാദാപുരം പള്ളിയിൽ. അതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം ഇതാ ഫൈനലിസ്റ്റ് ആയിട്ട് ഫൈനൽ 5 വന്ന് നിൽക്കുക. ഫസ്റ്റ് വാങ്ങണ്ടേ നമുക്ക് ഗന്ധർവ സംഗീതത്തില്? അതിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങിയോ? തുടങ്ങിയിട്ടുണ്ട് അല്ലേ? ആൻഡ് നമ്മുടെ കുട്ടിപ്പട്ടർമാൽ കാണാറുണ്ടോ വീട്ടിലിരുന്നിട്ട്? ഇവിടെ വന്നിട്ട് കുറേ ഫ്രണ്ട്സിനെ കിട്ടിയോ? ആരൊക്കെ ഇവിടെ വന്നിട്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയേ? ആരുടെയെങ്കിലും പേര് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പിണങ്ങും, അതുകൊണ്ടല്ലേ പറയാത്ത. എല്ലാവരും ഫ്രണ്ട്സ് ആണ് അല്ലേ? ആൻഡ് കൂടെ കൂട്ടുകാരെ കൂടെ വിളിക്കൂ. കുട്ടിക്ക് ചമ്മല, നാണാണ്, അതുകൊണ്ടാ. നാദാപുരം പള്ളിയിലെ ചന്ദനക്കൂടത്തിന് 4 മുളം വീരാളിപ്പട്ട് വേണം, തുളുനാടൻ തള വേണം, തുളുശ്ശേരി വള വേണം, മാല വേണം, അക്കന വേണം, മൈലാഞ്ചി വേണം, കയ്യില് മൈലാഞ്ചി വേണം. നാദാപുരം പള്ളിയിലെ ചന്ദനക്കൂടത്തിന് യാസി
നാദാപുരം പള്ളിയിലെ ചന്ദനക്കൂടത്തിന് 4 മുളം വീരാളി പട്ടു വേണം, തുളുനാടൻ തള വേണം, തുളുശ്ശേരി വള വേണം, മാല വേണം, മക്കന വേണം, മൈലാഞ്ചി വേണം, കയ്യിൽ മൈലാഞ്ചി വേണം. നാദാപുരം പള്ളിയിലെ ചന്ദനക്കൂടത്തിന്. അങ്ങനെ നമ്മുടെ നോറ കുട്ടിപ്പാട്ടുമാൽ നമ്മുടെ ഋതിക കുട്ടിയുടെ വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നമ്മൾ കണ്ടല്ലോ. അത്രയും ഒരു നിഷ്കളങ്കമായ ഒരു പെർഫോമൻസ് ആയിരുന്നു അത്. ഏതായാലും ആ പെർഫോമൻസിന് ശേഷം ഇനി വീണ്ടും നമുക്ക് കോമ്പറ്റീഷൻസിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. ഏതായാലും നമ്മളെ എല്ലാവരെയും എപ്പോഴും ഞെട്ടിക്കാറുള്ള ഒരു പിടി നല്ല പെർഫോമൻസുകൾ തരാറുള്ള ആൻമരിയാണ് കുട്ടിപ്പാട്ട് റൗണ്ടിൽ പാടാൻ പോകുന്നത്. നമുക്ക് വെൽക്കം ചെയ്യാം ആൻമരിയ. കുട്ടി കുട്ടി പട്ടുരുമാൽ കുട്ടി പട്ടുരുമാൽ ഏ കുട്ടി കുട്ടി പട്ടുരുമാൽ കുട്ടി പട്ടുരുമാൽ. ആൻമരിയ, എന്തോ അപ്പൊ ആൻമരിയ 7th സ്റ്റേജിലെത്തിയിരിക്കുകയാണ് അല്ലേ? കഴിഞ്ഞ തവണ ബെല്ലി ഡാൻസ് ഒക്കെ ചെയ്ത് ഞങ്ങൾ എല്ലാവരെയും ഞെട്ടിച്ചതാണ്. ആൻഡ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോസ്റ്റ്യൂമിൽ ഒരു ഡിസൈനർ വെയറിലൊക്കെ കാണുക. അല്ലെങ്കിൽ എപ്പോഴും ജീൻസും ടോപ്പൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ കുഞ്ഞുടുപ്പൊക്കെ ഇട്ടിട്ടാണ് വരാറുള്ളത് അല്ലേ? ഇത് ആരാ സെലക്ട് ചെയ്തെന്ന് ഈ ഡ്രസ്സ്? അച്ഛനാണോ അമ്മയാണോ? ഇത് സെലക്ട് ചെയ്തതല്ല, ഗിഫ്റ്റ് കിട്ടിയതാണോ? എനിക്ക് വൈറ്റിലയിലുള്ള പാരീസ് ഡിസൈനിങ് ഒരു ബൊട്ടിക്. കുട്ടിപ്പട്ടുമാലിൽ പങ്കെടുക്കണോണ്ട് ഫ്രീ ആയിട്ട് സ്പോൺസർ ചെയ്തു. ഓക്കെ. ആൻമരിയ മാത്രമല്ല, ഞങ്ങളെല്ലാവരും ജഡ്ജസും ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ ഉണ്ടെന്ന് പാരീസ് ഡേ ബൊട്ടിക്കിനെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. എന്തായാലും അവർക്ക് 1000 താങ്ക്സ് നമുക്ക് പറയാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇനി നമ്മുടെ എല്ലാ കുട്ടികളെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക. ആൻഡ് മോളു, ഇന്ന് അപ്പോൾ കുട്ടിപ്പാട്ടാണ്. അപ്പോൾ ഏത് കാറ്റഗറിയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്? ടോമച്ചർ അല്ല ശരി, എലിപ്പട അല്ലേ? ടോം ആൻഡ് ജെറി ഇഷ്ടമാണോ? സ്കൂളിൽ പോണേക്കാളും മുന്നേ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും ടോം ആൻഡ് ജെറി കണ്ടിട്ടാണോ കഴിക്കാറ്? ആ സമയത്ത് വെക്കാറില്ല. സ്കൂളിൽ പോയി വന്നിട്ട് 5 മണിക്ക് ചായ ഒക്കെ കുടിക്കണ നേരത്ത് കാണും അല്ലേ? അപ്പോൾ ഇപ്പോൾ ടോം ആൻഡ് ജെറി അല്ല, നമ്മൾ എലിപ്പടയിലെ ഒരു സോങ് ആണ് പാടാൻ പോണേ. അതാരാ കമ്പോസ് ചെയ്തേ? കമർ പെരുമ്പിലാവ് സാറാണ്. അതെ അല്ലേ? അപ്പോൾ മോള് നല്ലപോലെ പാടൂ. ആൻഡ് ആൻമരിയെ കുറിച്ച് എല്ലാവർക്കും എക്സ്പെക്ടേഷൻസ് ഉണ്ട്. അത് കീപ്പപ്പ് ചെയ്ത് അതിനേക്കാൾ നന്നായിട്ട് പാടുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കഠിനത്തിലവരുത്ത് പടമെത്തെ കലകത്ത് തകതിത്തതിമിതിത്തമാ കരിങ്കിരി മെരുകളും പുരമാരി കരിമാരി വിധം ഒരു വക ചെയ്തി തരമെത്തിരാ പടകൂടി ചൊടിയോടെ വടിവോടെ മെരുത്തമ്മി ഇടകൂടി പൊരുതിത്തിരാ കൂടി കൂടി കടിയോട് അടിയിടി കുര കൂടി കുല
എന്തോ അങ്ങനെ 7th സ്റ്റേജിലെ കുട്ടിപ്പാട്ട് പാടിക്കഴിഞ്ഞല്ലേ? ഇത് തോന്നി മനസ്സിൽ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയോ പാടിക്കഴിഞ്ഞപ്പോ? ഒന്നുമില്ല, വിചാരിച്ച പോലെ പാടാൻ പറ്റി അല്ലേ? ജഡ്ജസിന്റെ അടുത്ത് ചോദിക്കാം. ചോദിക്കാം. ആദ്യം നമുക്ക് രഹനത്തിന്റെ അടുത്ത് തന്നെ ചോദിക്കാം. ഇത്താ, എന്തോ മോക്ക് എന്താ തോന്നിയേ പാടിയിട്ട്? ശ്രുതി പ്രശ്നങ്ങളുണ്ട്. വരട്ടെ ഒന്ന്. ഇങ്ങനെ വരി വരി ഒരു തെറ്റുമോ എന്നുള്ളൊരു പേടിയാണോ? ഇങ്ങനെ തുപ്പലിറങ്ങും. ഇറക്കം അങ്ങനെ തൊണ്ട ഇങ്ങനെ ഡ്രൈ ആവുക അല്ലേ? 2. പിന്നെ എൻഡിലൊക്കെ മോൾക്ക് ഇങ്ങനെ ശ്വാസം ഇങ്ങോട്ട് എത്താണ്ടാവുക. 3. പിന്നെ ചില സംഗതികളൊക്കെ മോൾക്ക് അല്ലേ ചെറുതൊന്നും ക്ലിയർ ആയിട്ടില്ല. 4. പിന്നെ ഓടിയേന്ന് എൻ്റെ ചെയ്യണതിൻ്റെ സംഗതികൾ അല്ലേ അതൊന്നും അത്. പിന്നെ ഹൈ ആയിട്ട് എത്തുന്നത് അല്ലേ അവിടെ ഒന്ന് പോവോ എന്നൊക്കെയുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഇത്രയും പ്രശ്നം. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് മോളെ. ഞാനിത് എല്ലാ എലിമിനേഷനും ഞാൻ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. കാരണം നമ്മളെ കുട്ടികളോട് നമ്മൾ എന്താന്ന് ചോദിച്ചല്ലേ, ശരിക്കും ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഞാൻ സത്യമായിട്ടാണ് ഞാനത് പറയണത്. അതുകൊണ്ട് നല്ല മക്കളാണ് കേട്ടോ, ഞാൻ അങ്ങനെ തന്നെ പറയൂ. അപ്പം ഈ ഒരു മോളെന്നെ അത് പറഞ്ഞു കഴിഞ്ഞു. ഇനി കൂടുതലും ഞാൻ മോളെ പറഞ്ഞങ്ങനെ ബുദ്ധിമുട്ടിക്കില്ല കേട്ടോ. എന്തായാലും അടുത്ത ബെറ്റർ ആക്കാം കേട്ടോ മോളെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു രഹനത്ത. ഫിറോസിക്ക, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ആൻമരിയ കുട്ടിയുടെ ഈ പാട്ട്? മോള് അത് നിഷ്കളങ്കമായിട്ട് പറഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. താങ്ക് യു. ചെറിയ മിസ്റ്റേക്ക് തിരിച്ചറിഞ്ഞതിൽ അല്ലേ? രഹന ചോദിച്ചതും മോൾ അതിന് ഉത്തരം കൊടുത്തതും കറക്റ്റ് കാര്യങ്ങളാണ്. എന്നാലും ഈ ഒരു കുറവുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ പറയുന്നു നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു. ചെറുതായിട്ടൊക്കെയുള്ള മിസ്റ്റേക്കുകൾ അത് ഞങ്ങൾ ഹെഡ്ഫോണിലൊക്കെ കൃത്യമായിട്ട് കിട്ടുന്ന കാര്യങ്ങൾ വെച്ച് വിലയിരുത്തുമ്പോഴാണ്. എന്നാലും മോശമില്ലാതെ പാടി. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. ഇനി നമുക്ക് സജില എടുത്ത് ചോദിക്കാം. സജ്ല, നല്ല സുന്ദരിയായിട്ടുണ്ട് കേട്ടോ ഇന്ന് കാണാൻ. താങ്ക് യു. മോൾ എപ്പോഴും നല്ല എനർജറ്റിക് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടുന്ന് നല്ല എനർജിയാണ് മോളുടെ സിംഗിങ് കേൾക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്രാവശ്യം എന്തോ ഒരു ടെൻഷൻ ഉള്ളിലുണ്ട് അല്ലേ? ആ പാടാനുള്ളൊരു പേടിയാണോ, പഠിച്ചതിൻ്റെ പ്രശ്നമുണ്ടോ, ലിറിക്സ് തെറ്റുന്നുള്ള പ്രശ്നമുണ്ടോ, അങ്ങനത്തെ എന്തെങ്കിലും മനസ്സിലുണ്ടായിരുന്നോ? ഇല്ല. പക്ഷെ എന്തോ ഒരു ടെൻഷനായിട്ടാണ് അവിടെ നിൽക്കുന്നതെന്ന് തോന്നി ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കുമ്പോൾ. പക്ഷെ ലാസ്റ്റ് എൻഡ് ചെയ്തതൊക്കെ നല്ല ആ പിച്ചിൽ തന്നെ എൻഡ് ചെയ്തു കേട്ടോ. മുകളിൽ പാടിയതൊക്കെ നല്ല ശ്രുതിയിൽ തന്നെ എൻഡ് ചെയ്തു. അതൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ പാടിയുണ്ട് കേട്ടോ. ഇനിയും നന്നായിട്ട് ഞാൻ പറഞ്ഞു നല്ല എനർജറ്റിക് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന കുട്ടിയാണ്. എപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. ആ ഒരു എനർജി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. ഗുഡ് ലക്ക്. താങ്ക് യു സോ മച്ച് സജ്ല ആൻഡ് താങ്ക് യു ഓൾ ജഡ്ജസ്. അങ്ങനെ ആൻമരിയയുടെ ഈ ഒരു കുട്ടിപ്പാട്ടിനുള്ള മാർക്സ് ആ കുട്ടി മാർക്കറ്റിനെ നമുക്ക് ചോദിക്കാം. രഹനത്ത, ഔട്ട് ഓഫ് 40? 37.5. 37.5 ആണ് ഔട്ട് ഓഫ് 40. ഫിറോസിക്ക, ഔട്ട് ഓഫ് 40? ആൻമറിയയ്ക്ക് ഞാൻ 38. 38 ഔട്ട് ഓഫ് 40. സജ്ല, ഔട്ട് ഓഫ് 20? 18 ഔട്ട് ഓഫ് 20 ആണ്. ഏതായാലും താങ്ക് യു സജ്ല ആൻഡ് താങ്ക് യു ഓൾ ജഡ്ജസ്. ആൻമറിയയുടെ ടോട്ടൽ സ്കോർ 93.5 ആണ് ഔട്ട് ഓഫ് 100. ആൻമറിയയ്ക്ക് ആദ്യമായിട്ടാണോ ഇത്രയും കുറവ് മാർക്ക് കിട്ടണേ? കമ്പാരിറ്റീവ്ലി ആദ്യമായിട്ടാണ് അല്ലേ? മോളു സാരല്ല. എന്ത് പറ്റി? കഴിഞ്ഞ റൗണ്ടിലൊക്കെ നല്ല പെർഫോമൻസ് ആയതുകൊണ്ട് ഇത്തിരി മടി കാണിച്ചോ? അങ്ങനെയൊന്നുമില്ല അല്ലേ? ഇന്നത്തെ ദിവസം അത്ര നല്ല ദിവസമല്ല, കുഴപ്പമില്ല. ഇനി ഇതിന് ശേഷം വേഗം ഓടിപ്പോയിട്ട് ടോം ആൻഡ് ജെറി കാണാതെ അടുത്ത റൗണ്ടിലേക്കുള്ള പാട്ട് പഠിക്കും കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മോള്, ബി ഹാപ്പി. ഏതായാലും ആൻമറിയുടെ ആ ഒരു കുട്ടി പാട്ട് കേട്ടതിന് ശേഷം അടുത്തതായിട്ട് എൻ്റെ നാട്ടിലെ വിശേഷങ്ങളുമായിട്ട് നമ്മുടെ മിഷാൽ വരുന്നുണ്ട്. അപ്പം എൻ്റെ നാടെന്ന് പറയും മിഷാലിൻ്റെ നാടെന്ന് പറയും ഏകദേശം സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ആ വിശേഷങ്ങൾ നമുക്കറിയാം. ആദ്യം നമുക്ക് മിഷാലിനെ വെൽക്കം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം മിഷാൽ. കുട്ടി കുട്ടി പട്ടുറുമാൽ, കുട്ടി പട്ടുറുമാൽ, ഏ കുട്ടി കുട്ടി പട്ടുറുമാൽ, കുട്ടി പട്ടുറുമാൽ. മിഷാൽ ചേച്ചി, എന്താടോ കൈഫാലക്? ഞാൻ എന്താ ചോദിച്ചെന്ന് മനസ്സിലായില്ല. ഖൈഫാലക് സുഖം തന്നെ. സുഖം തന്നെയെന്നോ? ഞാൻ അറബിയിലെ ചോദിച്ചാ. അങ്ങനെ ആൻസർ ചെയ്യൂ. പറഞ്ഞു കൊടുക്കരുത്, ആരും പറഞ്ഞു കൊടുക്കരുത്. ഇതിപ്പോ അവര് പറഞ്ഞല്ലേ. ഫിറോസ്, ഈ കുട്ടിക്ക് ഇതൊന്നും അറിഞ്ഞൂടാ. ഷേം ഷേം. അറബി ചോദിച്ചിട്ട് റിപ്ലൈ പോലും പറയാൻ അറിഞ്ഞൂടാ. എന്തോ ഒരു സാന്ന് കേട്ടു. SIയോ? സീനാന്ന്. സീനാന്നല്ലേ പറഞ്ഞേ? അതെ, ഞാൻ SI എന്നാ കേട്ടത്. സബ് ഇൻസ്പെക്ടറോ? അതാവണോ? അതാണോ ആഗ്രഹം?
എന്താ ആൻസർ ചോദിച്ചോളൂ, ഫിറോസ്ക്ക് തന്നെ പറഞ്ഞുതരും. എന്താ ലക്ഷ്മി ചോദിച്ചത്? കൈഫാലക്. ഹൗ ആർ യു എന്ന്. ഹൗ ആർ യു അപ്പം എന്താ പറയാ? സുഖം തന്നെ. സെയിൻ. സെയിൻ കേട്ടോ. സെയിൻ. അൽഹംദുലില്ലാ സെയിൻ എന്ന് പറയാം കേട്ടോ. അള്ളാഹുവിൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ സുഖം തന്നെ. അത്രേ എനിക്കും അറിയൂ, നീ ചോദിക്കണ്ട. ഇതൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ, ഞാൻ പറയണ കേട്ടില്ലേ. ശരി, അപ്പോഴേ എൻ്റെ നാട്ടിലെ വിശേഷങ്ങളാണ്. നാട് എവിടെയാന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല, തൃശ്ശൂരാണ് ഞങ്ങളുടെ രണ്ടുപേരുടെ നാടും. അതുകൊണ്ട് തന്നെ നാട്ടിലെ വിശേഷങ്ങൾ അറിയാം. തൃശ്ശൂരിൽ കൂടെ സത്യം പറഞ്ഞാൽ പോകാൻ പറ്റുന്നില്ല, കാരണം കുട്ടിപ്പട്ടർമാരിലെ മിഷാലിന് അഭിനന്ദനങ്ങൾ. എനിക്ക് പോലും ഇല്ല അത്ര അഭിനന്ദനം, മിഷാലിന് മാത്രമേ ഉള്ളൂ അവിടെ അഭിനന്ദനം. അത്രയും സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നാട്ടിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് നമുക്ക് കാണാം. തൃശ്ശൂർ തൃപ്രയാർ അല്ലേ? ശരി, അപ്പോൾ ആ വിശേഷങ്ങളിലേക്ക് ഒന്ന് നമുക്ക് പോവാം. കുട്ടി കുട്ടി പട്ടുറുമാൽ, കുട്ടി പട്ടുറുമാൽ, ഹേ കുട്ടി കുട്ടി പട്ടുറുമാൽ, കുട്ടി പട്ടുറുമാൽ, ഇത് പാടും കുഞ്ഞുറുമാൽ, മനമേറും പൊന്നുറുമാൽ, ഇത് പാടും കുഞ്ഞുറുമാൽ, മനമേറും പൊന്നുറുമാൽ, അഴകോലും പാട്ടുറുമാൽ, അഴകേറും പട്ടുറുമാൽ. ഏറെ ജനകീയ പ്രോഗ്രാമായ കുട്ടിപ്പട്ടുറുമാലിലൂടെ പ്രത്യേകിച്ച് സാംസ്കാരിക തലസ്ഥാനമായ കേന്ദ്രമായ തൃശ്ശൂർ ജില്ലയിൽ നിന്നും കഴിവുറ്റ ഒരു മത്സരാർത്ഥി നമ്മളിലേക്ക് വന്നു എന്നുള്ളത് തന്നെ ഏറെ അഭിമാനകരമാണ്. അനർഘമുത്തുമാല എടുത്തു കെട്ടി, മാണിക്യ പാദക്കങ്ങൾ അണിഞ്ഞ കുട്ടി, വൈരക്കൽ മോതിരത്താൽ വിരലുകൾ മിന്നി, തങ്കത്താൽ പണി തീർത്ത വളക്കിലുക്കി, അനർഘമുത്തുമാല എടുത്തു കെട്ടി, മാണിക്യ പാദക്കങ്ങൾ അണിഞ്ഞ കുട്ടി. ഇതാണ് എൻ്റെ സ്കൂൾ, ശ്രീഗോകുലം പബ്ലിക് സ്കൂൾ പഴുവിൽ. ഈ നിൽക്കുന്നതെല്ലാം എൻ്റെ ഫ്രണ്ട്സാണ്. ഇവരെല്ലാം എനിക്ക് നോട്ട് എഴുതി തരാനായാലും പിന്നെ എനിക്ക് സിലബസ് പറഞ്ഞാലും നല്ല സപ്പോർട്ടാണ്. ഇത് എൻ്റെ സ്കൂളിലെ പ്രിൻസിപ്പാൾ മാമാണ്, ശ്രീജ മാം. മാമിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. മാം ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തന്നെ. പിന്നെ ഇത് എൻ്റെ സ്കൂളിലെ മ്യൂസിക് മിസ്സാണ്. ഞാനിവിടെ എത്തുന്നതിൻ്റെ കാരണം മിസ്സാണ് എന്നെ എല്ലാവിധ സപ്പോർട്ട് നൽകിയത്. കുട്ടിപ്പട്ടുറുമാലിൽ നിന്നുള്ളൊരു പരിപാടി കൈരളി ചാനലിലുള്ളത് പതിവായിട്ട് ഞാൻ കാണാറുള്ളതാണ്. അതിലെ ഉമ്മ റൗണ്ടാണ് എന്നെ കൂടുതലായിട്ട് ആകർഷിച്ചത്. പിന്നെ മിഷാലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ LKG സ്റ്റാൻഡേർഡ് മുതലേ ഇവിടെ പഠിക്കാൻ തുടങ്ങുന്നൊരു കുട്ടിയാണ്. ഇപ്പോൾ പാട്ടിലെന്ന് മാത്രമല്ല പഠന കാര്യങ്ങളും ഒന്നാമതാണ് ആൾ. ഇനിയിപ്പോൾ ഈ കുട്ടിപ്പട്ടുറുമാലിൽ ഒന്നാം സ്ഥാനത്ത് തന്നെ എത്തണമെന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. അപ്പോൾ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ, ഒന്നാം സ്ഥാനം കരസ്ഥമാക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മാപ്പിളപ്പാട്ടിന് മൈലാഞ്ചിയിട്ടൊരു പട്ടുറുമാലിൻ കുഞ്ഞുറുമാൽ, മാപ്പിളപ്പാട്ടിനു മൈലാഞ്ചിയിട്ടൊരു പട്ടുറുമാലിൻ കുഞ്ഞുറുമാൽ, ആപ്പിള് തോൽക്കണ മഞ്ചുള്ള കുഞ്ഞുങ്ങൾ പാടുന്ന കൈരളി തന്നുറുമാൽ, ആപ്പിള് തോൽക്കണ മഞ്ചുള്ള കുഞ്ഞുങ്ങൾ പാടുന്ന കൈരളി തന്നുറുമാൽ, കുട്ടി കുട്ടി പട്ടുറുമാൽ, കുട്ടി പട്ടുറുമാൽ, ഏ കുട്ടി കുട്ടി പട്ടുറുമാൽ, കുട്ടി പട്ടുറുമാൽ, കുട്ടി കുട്ടി പട്ടുറുമാൽ, കുട്ടി പട്ടുറുമാൽ, ഏ കുട്ടി കുട്ടി പട്ടുറുമാൽ, കുട്ടി പട്ടുറുമാൽ. മിഷാൽ, തടിയൊക്കെ ഇത്തിരി കുറച്ചോട്ടോ, അവർ പൊക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടി. അത് മാത്രമല്ല, ഈ ഓട്ടോഗ്രാഫ് ചോദിക്കാൻ മിഷാൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഓടുന്നത് കൂടുതലായിട്ട് ഗേൾസ് ആണല്ലോ ഫാൻസ് കൂടുതൽ. സത്യമല്ലേ? സത്യമല്ലേ? ആൻഡ് അവർക്ക് പാടിക്കൊടുത്ത പാട്ടോ ശരിക്കും മാപ്ഡ് ആയിട്ടുള്ളൊരു പാട്ട്. എന്താ മുത്തുമാല? ആ, ശരി ശരി. അപ്പോൾ ഏതായാലും നമുക്കിനി പാട്ടിലേക്ക് കിടക്കാം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നല്ലൊരു പാട്ട് നമ്മുടെ തൃശ്ശൂരിലെ നാട്ടിലുള്ള എല്ലാവർക്കും വേണ്ടി ചാനൽ ഡെഡിക്കേറ്റ് ചെയ്യാൻ പോകണം. ഏത് പാട്ടാ പാടാൻ പോണേ? ഞാൻ ദാസേട്ടൻ പാടിയ പതിപാലതിലും മനസ്സാണ്. ഓക്കെ, നല്ലപോലെ റിഹേഴ്സലൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ അല്ലേ? ഓർക്കസ്ട്രയുടെ കൂടെ പാടി നോക്കിയിട്ടുണ്ടല്ലേ? ഓൾ ദി ബെസ്റ്റ്, നല്ലപോലെ പാടും കേട്ടോ. പതിപലതിലും തൂതിയേറും മക്കമെ മുക്കിയ ഇടമില വടിവിനിലൂടെ അവൻ പടത്തുള്ള നബിയുള്ള കല്യാണമേ, പാത്താളമകമേലിരും നബി മധുറയുവ ഹിരുതിലെ മറതിയ തുറദിശ പരുതവ നജിയുള്ള കല്യാണമേ.
മതിരപ്പൂ നബി മോതിര കുട ചൂടി നടന്നിടും അമ്പവനിമ്പമിനമ്പിയ മുമ്പർ സഫിയുള്ള കല്യാണമേ മാതാബി ആമിന നബിയെ പ്രസവിത്ത ദിനമിലെ പണ്ടവരണ്ടർ കളിണ്ടമിൽ കൊണ്ടുപോയി ഹബീബുള്ള കല്യാണമേ. കല്യാണ ഹശറിലെ ഹിസബുകൾ കഴിഞ്ഞ് കതിരുകൾ തെളിഞ്ഞ് ഫാത്തിമ നബിയുള്ള നടക്കുവാൻ തുനിഞ്ഞ് ആലിക്കും ഒഴിഞ്ഞ് പിറകാല നബിമാരും സ്വഹബരും നടന്ന് പലരുമെ തുടർന്ന് പറക്കുന്ന പടിയിലെ സിറത്തേറി കടന്ന് പോകുന്നു നടന്ന് നടന്നെല്ലാം ഇറയവൻ്റെ ഒരു പടി നാക്കമിൽ നലവിലെ പൊലിവാലെ ഹസറിലെ ദഹ്റായി തലവുറ്റേ കല്യാണമേ. കല്യാണ മണവള മുഹമ്മദ് നബിയും കുഴലിയ മണവട്ടി അസിയനൽ മറിയും കതിരുതി മയങ്ങിടും സിരികളെ ഒളിവൻ കണവരിലറക്കുടും മണവറ ദിനമാൻ ദിനമിലെ സിരികളെ തെളിവുകൾ അളപ്പില വളവള കൊളിന്നിടും കരമിലെ വളതള്ള കടകങ്ങൾ അണിന്തും കാലിലെ ചിലമ്പുകൾ കിലിക്കിലെ മണിത്തും നബിദാവൂദ് തുനികളെ രാഗം അതിമിക ഘോഷം ഫാത്തിമ നബിയരെ പിറകിലെ തിരികളും പശികൗശകം മറ്റും പലതരം അണിന്തുറ അണിന്തെല്ലാം ഇറയവൻ്റെ ഒരു പടി ജിബിരിയിൽ വേഗമൽ നാക്കാമൽ പോകണം ദാറുൽ ഹുൽദകം കല്യാണമേ അണമുറ്റേ ഫിർദൗസിൽ ഹൂർ തിങ്കളതാകയും ചെങ്കലും കൊഞ്ചലും ഒഞ്ചലും അഞ്ചികൾ ഷൗക്കുറ്റേ കല്യാണമേ. എന്ന തോപ്പിലെ കനിപ്പഴമൊക്കെ മുന്നിലെ തന്നിൽ വന്നിടും തിന്നുവാൻ അരകൂടും കല്യാണമേ. പതിപലതിലും തുതിയേറും മക്കമിൽ മുക്കിയ കിടമില വടിവിനിലുടയവൻ പടത്തുള്ള നബിയുള്ള കല്യാണമേ. പാതാളമാകമേലിരും നബി മധു കുറയുവ ഹിരുതില മറതിയ തുറദിശ പരുതവ നജിയുള്ള കല്യാണമേ നജിയുള്ള നജിയുള്ള കല്യാണമേ നജിയുള്ള കല്യാണമേ. നിശാൽ, അവര് നാട്ടുകാർ പറഞ്ഞിട്ടാണോ ഈ പാട്ട് പാടിയേ? അതാണ്, അവർക്ക് ഫാസ്റ്റ് നമ്പേഴ്സ് ആണോ കൂടുതൽ ഇഷ്ടം? അങ്ങനെ തന്നെയാണ് അല്ലേ? ശരി. അപ്പോൾ ഈ പാട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നല്ല എല്ലാവരും ഭയങ്കര എനർജറ്റിക് ആയിട്ട് കൂടെ താളടിക്കുന്നുണ്ടായിരുന്നു, ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു, അതും കോ ഫ്രണ്ട്സ് തന്നെ. അപ്പോൾ നമ്മുടെ ജഡ്ജസിന് ഇഷ്ടമായി ചോദിക്കണ്ടേ? ആദ്യം നമുക്ക് ഫിറോസ്ക്ക് എടുത്ത് ചോദിക്കാം. ഫിറോസിക്ക, സ്കൂള് കണ്ടു, നാട് കണ്ടു, ഫ്ലെക്സ് കണ്ടു, ഒരു പാലം കണ്ടല്ലോ, ലണ്ടൻ ബ്രിഡ്ജ് പോലെ. അതെവിടെയാ? വീട്ടിൻ്റെ അടുത്താണോ? ലണ്ടൻ ബ്രിഡ്ജ് കണ്ടുണ്ടോ ചിത്രത്തിൽ? അതുപോലെ അത് വീട്ടിൻ്റെ അടുത്താണ്. തൂക്കുപാലം അല്ലേ? തൂക്കുപാലം അല്ലേ? എൻ്റെ അവിടെ ഇല്ല, അതുകൊണ്ടാണ് എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നിയത്. നിലമ്പൂരുണ്ട്, കണ്ണൂരും ഉണ്ടത്രേ, തിരൂരില്ല. നമ്മൾ പാവപ്പെട്ട പാർട്ടിയാണ്. നല്ല രസമുണ്ടായിരുന്നു. സ്കൂളിൽ നല്ല സപ്പോർട്ടാണ് അല്ലേ? ഏതാ പാടിക്കൊടുത്തത്? ലക്ഷ്മി എന്തോ ചോദിച്ചല്ലോ അതിനപ്പോൾ പാടിക്കൊടുത്ത പാട്ടിന്. അത് ഗേൾസിനെ ഡെഡിക്കേറ്റ് ചെയ്താണോ? ആ, ആണോന്ന് ഞങ്ങൾ ചോദിക്കുന്നു. ആണോന്ന്? അല്ല, ഉറപ്പല്ലേ? തിരിച്ച് കേൾക്കൂലല്ലോ. നന്നായി പാടി കേട്ടോ, നന്നായി പാടി. വളരെ പ്രശസ്തമായ ഒരു പാട്ട് ഇത്. ഞാൻ ചില പാട്ടുകളെ കുറിച്ച് മുമ്പ് പറഞ്ഞ പോലെ ഒരു നാട്ടിൻ്റെ അല്ല, എല്ലാ നാടുകളിലും ദാസേട്ടൻ പാടി വളരെ പ്രശസ്തമായ ഒരു പാട്ട് അല്ലേ? നാട്ടിലെ പ്രിയപ്പെട്ട ഗായകനായിട്ട് വളരുക. ഇപ്പോൾ ശബ്ദമൊക്കെ മാറി ഇങ്ങനെ ഒരു മെച്യൂർഡ് സിംഗറായി. അപ്പോൾ നല്ല പാട്ടുകളൊക്കെ എടുത്ത് പഠിക്കുക കേട്ടോ. വളരെ നേരിയ ഗ്രാഫുകളായിരിക്കും നിങ്ങളുടെ ഓരോരുത്തരുടെ വിലയിരുത്തലുകളിലും ഞങ്ങൾക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള പാട്ടുകൾ ഇനി പഠിച്ചു വരണം കേട്ടോ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസിക്ക. സജ്ല, എന്താണ് ആ ബെൽറ്റിൽ എം എന്നൊക്കെ എഴുതിയിട്ട്?
വിശാലിൻ്റെ അമ്മ. എം ആണ് അല്ലേ? ഓക്കെ, മാച്ചിങ് തന്നെയാണ് എടുക്കുകയുള്ളൂ, സെലക്ട് ചെയ്യുള്ളൂ അല്ലേ? എനിക്ക് നല്ലൊരു ഔട്ട്പുട്ട് ഇവിടെ കിട്ടി കേട്ടോ. എനിക്ക് തോന്നുന്നത് പിന്നെ കഴിഞ്ഞ തവണ കുറച്ച് ഡ്രോപ്പായി പോയിരുന്നു അല്ലേ മിഷാൽ? അപ്പോൾ കോമ്പറ്റീഷനിലേക്ക് തിരിച്ചു വരുന്നുണ്ട് മിഷാൽ. ഇനി കുറച്ച് കോമ്പറ്റീഷൻ സ്പിരിറ്റൊക്കെ എല്ലാവർക്കും വരാം കേട്ടോ. കാരണം ഫൈനൽസ് എത്താനായി. കുറച്ച് ആ ഒരു സ്പിരിറ്റ് ഉണ്ടായാലേ ഫൈനൽസ് വരെ എത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ അതെന്തായാലും ആ ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റ് കൊണ്ടുവന്നു. ഇനി കുറച്ചുകൂടി നെക്സ്റ്റ് റൗണ്ടൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി ടഫായിട്ടുള്ള സോങ് സെലക്ട് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സജ്ല. ഇനി ഈ കുറുമ്പനെ ശരിക്കും പിടിക്കാൻ പോണത് നമ്മുടെ രഹനത്ത തന്നെയാണ്. രഹനത്ത, ഞാൻ ആദ്യം സ്കൂളിലേക്കൊന്ന് പോട്ടെ. നല്ല സ്കൂൾ കേട്ടോ, നല്ല ഭംഗിയുള്ള സ്കൂൾ എന്നൊക്കെ പറയില്ലേ, എനിക്കത് ഒത്തിരി ഇഷ്ടമായി. കാരണം ആ യൂണിഫോമിലൊക്കെ നല്ല നല്ല നീറ്റായിട്ടല്ലേ, നല്ല കുട്ടികളൊക്കെ അങ്ങനെ കാണിച്ചപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. പിന്നെ ഭയങ്കരമായിട്ട് എല്ലാവരും ഓടി വന്നു. അപ്പോൾ ലക്ഷ്മി പറഞ്ഞത് കറക്റ്റാണ്, നല്ലൊരു പാട്ട് തന്നെ അവർക്ക് പാടിക്കൊടുത്തു. പിന്നെ ഈ പാട്ട് എന്ന് പറയുമ്പോൾ ഇതിനേക്കാളും ടഫായിട്ടുള്ള ഒത്തിരി പാട്ട് ഇപ്പം അല്ലേ സ്റ്റേറ്റൊക്കെ കഴിഞ്ഞിട്ട് വരികയല്ലേ, ഇതിലും കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളൊക്കെ ഉള്ള പാട്ടുകളായിരിക്കും പാടിയിട്ടുണ്ടാവുക അല്ലേ, ട്രഡീഷണൽ. അപ്പോൾ ഇത് മിഷാലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഈസി ആയിട്ടുള്ള പാട്ടാണ്. പിന്നെ നല്ല സെലക്ഷനാണ് ദാസേട്ടൻ്റെ. പിന്നെ ഒത്തിരി എനിക്ക് തോന്നുന്നത് ഒരു കയ്യടി ഒരുപാട് സ്റ്റേജിൽ ഞാനൊക്കെ എടുത്ത് പാടാറുണ്ട് കേട്ടോ. എപ്പോഴും നന്നായിട്ട് ഓഡിയൻസ് കഴിയുന്നത് വരെ നമുക്ക് നല്ല കയ്യടിയോടി തന്നെ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു പാട്ടാണ്. ഇപ്പോൾ ചെറിയ ഇപ്പോൾ പറഞ്ഞ മിസ്റ്റേക്കുകൾ മാത്രമേ മോനെ വന്നിട്ടുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു ചില പല്ലവിയിലൊക്കെ ചെറിയൊരു വാക്കുകളൊക്കെ ഒന്നും കൂടി ഒന്ന് സ്ഫുടത അങ്ങനത്തെ ട്രഡീഷണൽ ആയതുകൊണ്ട് പറയാണ്, അങ്ങനെ അത്രയും ചെറിയ മിസ്റ്റേക്കുകളെ വന്നിട്ടുള്ളൂ. അപ്പം നേരത്തെ പറഞ്ഞ കാര്യം ഇനി പാട്ടുകൾ സെലക്ട് ചെയ്യുമ്പോൾ കോമ്പറ്റീഷൻ ടൈറ്റായി ശ്രദ്ധിക്കുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മോനെ. താങ്ക് യു. താങ്ക് യു സോ മച്ച് രഹനത്ത ആൻഡ് ഓൾ ജഡ്ജസ്. അപ്പോൾ മിഷാലിനുള്ള മാർക്സിലേക്ക് പോകുന്നതിന് മുമ്പ് മിഷാലിനോട് തന്നെ ചെറിയൊരു ഗസ് വർക്ക് നടത്താൻ പറയാം. എനിക്കറിയില്ല എന്നൊന്നും പറയരുത്. എത്ര മാർക്സ് കിട്ടും ഏകദേശം? ഒരു റഫ് എസ്റ്റിമേറ്റ്. ഈ മിഷാൽ ഉണ്ടല്ലോ കൂട്ടത്തിലെ ഏറ്റവും വലിയ കുട്ടി, എന്നിട്ട് നിൽക്കുന്ന കണ്ട ഏറ്റവും കുഞ്ഞു കുട്ടികളെ പോലെ നിൽക്കണേ അല്ലേ നിങ്ങളുടെ മിഷാലിക്ക? എത്ര മാർക്ക് കിട്ടും? അതാണ് ഞാൻ പറഞ്ഞത്, ഗസ് ചെയ്യടോ. അങ്ങനെയൊന്നുമില്ല, തന്നു, ഇല്ലെങ്കിൽ ഞാൻ പൊക്കോളാം. രഹനത്ത, ഔട്ട് ഓഫ് 40 38.5 out of 40. താങ്ക് യു രഹനത്ത. ഇനി നമുക്ക് ഫിറോസ്ക്ക് എടുത്ത് ചോദിക്കാം. ഫിറോസ്ക്ക, ഔട്ട് ഓഫ് 40. മിഷാലിന് 38.5. 38.5 out of 40 again. Then Sachla, 18.5. 18.5 out of 20. Thank you Sachla and thank you all judges. അങ്ങനെ നമ്മുടെ മിഷാലിന്റെ ടോട്ടൽ സ്കോർ 95.5 ആണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഹാപ്പിയാണോ? ഹാപ്പിയാണ്. അപ്പോൾ അടുത്ത റൗണ്ടിൽ വരിക, ഇതുപോലെ തന്നെ ഞങ്ങളെ ഞെട്ടിക്കാനായിട്ട് വരിക, ഇതിലും കൂടുതൽ മാർക്സ് വാങ്ങണം കേട്ടോ. ഓക്കെ, അടുത്തത് മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ ഒരു കുട്ടി സാഹിത്യം എടുത്തുകൊണ്ട് ഒരു കുട്ടി പാട്ട് രൂപത്തിൽ നമ്മളോടൊപ്പം പാടാനായിട്ട് എത്തുകയാണ് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ഒരു പാവം കുട്ടി അക്ഷയാണ്. ലെറ്റ്സ് വെൽക്കം അക്ഷയ്. അക്ഷയ് ചേച്ചി, അങ്ങനെ 7th സ്റ്റേജിൽ രണ്ടാമത്തെ റൗണ്ടിൽ നിൽക്കുകയാണ് അല്ലേ? ഇതും കൂടെ കഴിഞ്ഞാൽ 7th സ്റ്റേജ് കഴിഞ്ഞു. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോൾ? ഹാപ്പി ആണല്ലോ അല്ലേ? നല്ല മാർക്ക് കിട്ടി. ഇന്ന് എന്ത് പറ്റി, ഒന്നും കഴിച്ചില്ലേ? ഭയങ്കര ക്ഷീണം തോന്നുന്നുണ്ടല്ലോ. ഒന്നും കഴിച്ചില്ലേ? കഴിച്ചു. അതോ പാടാൻ വേണ്ടിയിട്ട്, പാട്ട് കഴിഞ്ഞിട്ട് ഇനി കഴിക്കാൻ വേണ്ടിയിട്ടാണോ? അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ എപ്പോഴാണെങ്കിലും കഴിക്കും. നല്ല മിടുക്കനായിട്ട് വന്നിട്ട് പാടണം. ആൻഡ് മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ ഒരു കുട്ടി സാഹിത്യമാണ് മോൻ എടുത്തിട്ടുള്ളത്. ഏതാണ് എടുത്തിട്ടുള്ളത്? ഒടുക്കി പുനൽ തന്നിൽ. ഓക്കെ, ആൻഡ് ഇത് ആരെ കമ്പോസ് ചെയ്ത് തന്നെ? തന്നെ സംഗീതം പഠിപ്പിക്കുന്ന റസക്കോശാണ്. ഓക്കെ, പിന്നെ ഒരു മാമനും കൂടി ഇല്ലേ എപ്പോഴും സപ്പോർട്ട് ചെയ്യണ? ഏത് മാമനാ? കുട്ടമ്മാവൻ ഇല്ലാതെ ഒരു കളിയില്ല കേട്ടോ. ശരി, അപ്പോൾ ഇതെല്ലാം നല്ല പോലെ പാടും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഒടുക്കി പൂനൽ തന്നിൽ ഇരിക്കും നായേ, ഉടനെ അവർ തമ്മിൽ പടപോരുതാർ. ഒടുക്കി പൂനൽ തന്നിൽ ഇരിക്കും നായേ, ഉടനെ അവർ തമ്മിൽ പടപോരുതാർ. മുടുക്കായൂരം പട പോരുത് തമ്മിൽ, മുടുക്കായൂരം പട പോരുത് തമ്മിൽ, മുറിയും ചകമി
എന്നിൽ ഉതകിടണം ചെണ്ടുള്ളെ ശുത്തും കണ്ടേളുണ്ട് വേഗം ചെണ്ടുള്ളെ ശുത്തും കണ്ടേളുണ്ട് വേഗം ചെമ്മേ പുറപ്പെട്ട് നടന്നു മുള്ളൻ മുള്ളൻ പാടക്കായിട്ടടുത്തെ ചേരി മുറുക കരിങ്ങാട് അറിഞ്ഞേ പിന്നാ ഉള്ളിൽ ഒരു കത്തങ്ങേ ശ്രുതി വേഗം ഉള്ളിൽ ഒരു കത്തങ്ങേ ശ്രുതി വേഗം ഉടനെ അണിയാനും പടക്കൂട്ടങ്ങൾ തെളി തിരികെ വന്നേനക്കുതകം തേനീ പട തന്നി തീരിടണം എള്ളാലോരി കാണി വശം കൂടാതെ എള്ളാലോരി കാണി വശം കൂടാതെ എഴുതങ്ങണിയാനും പടക്കൂട്ടങ്ങൾ എഴുതങ്ങണിയാനും പടക്കൂട്ടങ്ങൾ എഴുതങ്ങണിയാനും പടക്കൂട്ടങ്ങൾ അക്ഷയ് ചേച്ചി അങ്ങനെ 7 സ്റ്റേജിൽ രണ്ടാമത്തെ പാട്ടും പാടിക്കഴിഞ്ഞല്ലേ? ഹാപ്പി? അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഈ പാട്ട് എന്നുള്ളത് നമുക്ക് ജഡ്ജസിൻ്റെ അടുത്ത് ചോദിക്കാം. ആദ്യം സച്ചിലെ അടുത്ത് ചോദിക്കാം. സച്ചില, നമ്മളുടെ കുട്ടിപ്പട്ടുമാലിലെ ശാന്തഭാവ ഗായകനാണ് അല്ലേ? നന്നായി പാടി കേട്ടോ. പക്ഷെ മോൻ്റെ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. മോൻ ഇതിനേക്കാളും നന്നായിട്ട് പാടാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ബെസ്റ്റ് എന്ന് പറയില്ല. ട്രഡീഷണൽ സോങ്സ് പാടാറുണ്ടോ മോന്? സ്കൂളിലൊക്കെ ഇല്ല അല്ലേ? ആ ഒരു എക്സ്പീരിയൻസ് കുറവുണ്ട്. അതുകൊണ്ടായിരിക്കല്ലേ മോൻ നോക്കി പാടിയത്? ഓക്കെ, ആ ഒരു എക്സ്പീരിയൻസ് കുറവ്. പക്ഷേ നോക്കി പാടിയോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം ലിറിക്സ് കുറച്ച് ടഫ് ആയതുകൊണ്ട് മോൻ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടാണ് നോക്കി പാടിയത്. പിന്നെ എനിക്ക് തോന്നുന്നത് മോൻ പാടുമ്പോൾ കുറച്ച് ചെസ് വോയിസ് യൂസ് ചെയ്യാം. മോനെ കുറച്ച് നേസൽ ടച്ചിലാണ് പാടുന്നത്. പക്ഷെ അത് വലിയ കുഴപ്പമില്ല കേൾക്കാം. പക്ഷേ കുറച്ചുകൂടി ചെസ് വോയിസും കൂടി യൂസ് ചെയ്താൽ മോന് ഹൈയിലൊക്കെ പാടുമ്പോൾ കുറച്ചുകൂടെ പുഷ് ചെയ്തിട്ട് പാടാൻ നോക്കണം കേട്ടോ. എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ തോന്നിയ ഹൈയിൽ പാടുമ്പോഴാണ്. കുറച്ച് ഒതുക്കുന്നുണ്ട് മോൻ ഹൈയിൽ പോകുമ്പോൾ. അത് കുറച്ചുകൂടെ ഒന്ന് തുറന്ന് പാടി എത്തുമായിരിക്കും. അതൊന്ന് മോൻ ട്രൈ ചെയ്യാം. എന്തായാലും ഓൺ ടുഗദർ നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു സജില, താങ്ക് യു സോ മച്ച്. ഏതായാലും നമുക്കിനി ചോദിക്കാം മോൻ്റെ പാട്ടിനെ കുറിച്ച് ഫിറോസ്ക്കിൻ്റെ അടുത്ത്. ഫിറോസ്ക്ക, ട്യൂണ് കൊടുത്ത് റസാഖ് മാഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയണ്ടേ റസാഖ് മാഷ് ആരാണെന്ന്? വളരെ നല്ലൊരു കീബോർഡിസ്റ്റും സംഗീതാധ്യാപകനും മ്യൂസിക് ഡയറക്ടറുമായ കരിവള്ളൂർ റസാഖ് അല്ലേ? മോന് പ്ലാനുകളൊക്കെ കിടുക്കി പാടിക്കളഞ്ഞു. പിന്നെ ഞങ്ങൾ എപ്പോഴും പറയാറുള്ളത് പോലെ ഹൈ പാടുന്നതിന് എനിക്കൊരു വലിയൊരു ത്രോട്ട് കൺസൾട്ടൻറ്റിൻ്റെ അടുത്തൊന്ന് പോയിക്കൊണ്ട് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ നമ്മൾ കണ്ടെത്താൻ ചിലപ്പോൾ സാധിക്കും തോന്നുന്നു. നമുക്ക് ഓപ്പൺ വോയിസ് വരാനൊരു ബുദ്ധിമുട്ടുണ്ട്. അത് മോനൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രാക്ടീസിലൂടെയും ചെറിയൊരു ട്രീറ്റ്മെൻറ്റിലൂടെ ചിലപ്പോൾ അത് ശരിയാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഉണ്ട്, ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. മരുന്നൊന്നും കഴിക്കേണ്ട, നമ്മൾ എക്സസൈസൊക്കെയാണ് പറഞ്ഞുതരാം ഡോക്ടേഴ്സ് ത്രോട്ട് ഓപ്പൺ ആവാൻ വേണ്ടി. ഈ സംഗതികളും അങ്ങനെ ഒരു ശബ്ദം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ സംതിങ് സ്പെഷ്യലായി മാറും. ഉറപ്പാ, സം വൺ സ്പെഷ്യൽ കേട്ടോ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു സോ മച്ച് ഫിറോസ്ക ഫോർ യുവർ വാല്യുബിൾ കമൻസ്. ഏതായാലും ഇനി നമുക്ക് ചോദിക്കാം റഹനത്തിൻ്റെ അടുത്ത്. ഇത്താ, ഒരു 2 വാക്ക് സംസാരിച്ചേ. പറ, ലക്ഷ്മിയോട് എന്തെങ്കിലും ഒന്ന് ചോദിക്കേ. എന്നെ കണ്ട കുട്ടിക്ക് ചതുർത്ഥിയാ സുഖല്ലേ? സുഖല്ല, നല്ല ചതുർത്ഥിയല്ലേ? വേറെന്തെങ്കിലും ഒരു വിശേഷം കൂടി ചോദിക്കും. എല്ലാ വില്ലത്തരും നമ്മുടെ അടുത്ത് എടുക്കും. പക്ഷെ സ്റ്റേജിൽ വന്ന ചോദിക്കേ. സുഖല്ലേ? വിളിച്ചാൽ നീ എന്താ പ്രസംഗിക്കുക? രാഹുലൊക്കെ പ്രസംഗിച്ചു നേരത്തെ. എന്ത് പറയും? ഒരു ഉദ്ഘാടനത്തിന് വിളിച്ചു, സപ്പോസ് പ്രസംഗിക്കുക. നമ്മളെല്ലാവരും ഓഡിയൻസ് ആയിട്ട് പറ. ഞാൻ പ്രസംഗിക്കാറില്ല, പാട്ട് പാടുക. ഹലോ, തന്നെ മനസ്സിലായില്ലേ? ഇവൻ പാവ ശാന്ത പാവ ഗായകനാണ്. എത്ര എളുപ്പം കൊണ്ടാ മറുപടി വന്ന് നോക്കിയേ. അല്ലേ ഫിറോസ്? എന്നാലും ഇപ്പൊ പ്രസംഗിച്ചാലേ മാർക്ക് തരുള്ളൂ. എനിക്ക് ഈ വേദി ഒരുക്കി തന്ന ഇതിന്റെ അണിയറ പ്രവർത്തകർക്കും ബാക്കി എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ
ആ ശബ്ദത്തിൽ എനിക്ക് തോന്നുന്നു കുറച്ചൊരു മൂക്ക്. അതാണ് ഞാൻ സംസാരിക്കാൻ പറഞ്ഞത്. കാര്യമുണ്ട്, അല്ലെങ്കിൽ വെറുതെ രേനത്ത് ഒരിക്കലും അങ്ങനെ സംസാരിക്കാൻ ആദ്യം പറയില്ല കേട്ടോ. കാരണം ഇപ്പോൾ ഇവിടെ പറഞ്ഞില്ലേ വോയിസ്, എൻ്റെ ഒരു മോൻ്റെ സംസാരത്തിൽ തന്നെ. പിന്നെ എനിക്ക് തോന്നുന്നു ആ ടോണിലൊരു ഫീമെയിൽ ടോൺ കൂടിയിട്ടുണ്ട് മോൻ്റെ വോക്കലിൽ. പിന്നെ അതിന് വോയിസ് ചേഞ്ചിലോട്ട് വരും. അപ്പം നമുക്ക് ആ വോയിസ് കൺട്രോൾ ചെയ്ത് കൊണ്ടുവന്നിട്ട് ഈ സംഗതിയും കൂടി ആക്കിയിട്ട്, കാരണം നിങ്ങൾ ആൺകുട്ടികൾക്ക് നന്നായിട്ട് തന്നെ അത് ചേഞ്ച് ശരിക്ക് ഫീമെയിൽസിനേക്കാളും ഞാൻ മനസ്സിലാക്കിയത് ഫീമെയിൽസിനേക്കാളും അത് പെട്ടെന്ന് നന്നായിട്ട് തന്നെ അത് ചേഞ്ച് വരും കേട്ടോ. അപ്പം നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കുക, പാട്ടുകളൊക്കെ നന്നായിട്ട് സെലക്ട് ചെയ്യുക, നന്നായിട്ട് പാടുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് രഹനത്ത. അപ്പം ഇനി രഹനത്തയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങണം. മാർക്സ് ചോദിക്കാം. ഔട്ട് ഓഫ് 40 രഹനത്ത 39. എന്നിട്ട് ഇത്ര ദേഷ്യത്തിലാണെങ്കിലും 39 തന്നു. ഇനി ഫിറോസ്കിന്റെ അടുത്ത് നമുക്ക് ചോദിക്കാം. ഫിറോസ്ക ഔട്ട് ഓഫ് 40. എൻ്റെ മാർക്ക് 39. 39 out of 40. Then Sachla out of 20. 20ൽ 18.5. Thank you Sachla and thank you all judges. അങ്ങനെ ടോട്ടൽ സ്കോർ 96.5 ആണ് ഔട്ട് ഓഫ് 100. ഗ്രേറ്റ് സ്കോർ. ഇതിൽ എത്രയായിരുന്നു എൻ്റെ നാട്ടിൽ? 96. അപ്പോൾ ഇപ്പം 96.5. ഓക്കെ, ബി സ്മാർട്ട് ബോയ്. എൻ്റെ അടുത്ത റൗണ്ടിൽ കാണാം. താങ്ക് യു, കൺഗ്രാറ്റ്സ്. കുറച്ച് എപ്പിസോഡുകൾക്ക് മുമ്പ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അധികം വൈകാതെ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ഫോൺ കോൾ വരും. അത് നമ്മൾ കുട്ടിപ്പട്ടുമാലിൽ നിന്നായിരിക്കും. നിങ്ങളുടെ മോൻ അല്ലെങ്കിൽ മോളെ ഇതാ കുട്ടിപ്പട്ടുമാലിൽ സെലക്റ്റഡ് ആയിട്ടുണ്ടെന്നൊക്കെ ഒരു ഹാപ്പി ന്യൂസുമായിട്ട്. പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് വിളിക്കണമെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഇങ്ങോട്ട് വരണം. അതായത് നിങ്ങളുടെ കുട്ടികൾക്ക് നമ്മുടെ കുട്ടിപ്പട്ടുമാലിൽ പാടാൻ താല്പര്യമുണ്ട്, അവർ നന്നായിട്ട് പാടും എന്നൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ആപ്ലിക്കേഷൻ ഇങ്ങോട്ട് അയക്കുക. കാരണം നമ്മുടെ ഇതാ കുട്ടിപ്പട്ടുമാൽ സീസൺ 2 ആരംഭിക്കാറായി. ഓഡീഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഈ ഒരു ഹാപ്പി ന്യൂസ് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. സോ നൗ വി ആർ സൈനിങ് ഓഫ് ഫ്രം നോറ കുട്ടി കുട്ടിപ്പട്ടുമാൽ. ഗുഡ് നൈറ്റ് ആൻഡ് ബൈ.